2021 മുതൽ 2023, 2024 വരെ എം.ആർ. അജിത് കുമാറായിരുന്നു കേരളത്തിലെ എല്ലാം. പോലീസിനെ നയിക്കുന്നതും കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളിൽ ഇടപെടുന്നതുമൊക്കെ എം.ആർ. അജിത് കുമാറായിരുന്നു. എന്ന് പറഞ്ഞാൽ DGPക്കും മുകളിലായിരുന്നു അന്ന് കാര്യങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ എം.ആർ. അജിത് കുമാർ പരമാവധി കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ വരുത്തിവെച്ചു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു. SITയുടെ അന്വേഷണ റിപ്പോർട്ട് പോലീസും അല്ലെങ്കിൽ പോലീസ് മേധാവിയും അതിനൊപ്പം ആഭ്യന്തര വകുപ്പും പിന്നീട് മന്ത്രിസഭയുമൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. സസ്പെൻഷനിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം അദ്ദേഹം ഇപ്പോൾ DGP പദവിയിലേക്ക് ഉയരേണ്ട സമയമാണ്. ഈ മാസം 31 ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ DGP ആയ നിതിൻ അഗർവാൾ അവിടെ നിന്ന് വിരമിക്കുമ്പോഴേക്കും ആ പോസ്റ്റിലേക്ക് DGP പദവിയിലേക്ക് ഉയരേണ്ട ആളാണ് എം.ആർ. അജിത് കുമാർ. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ അദ്ദേഹം എത്തണം. അതിനു മുമ്പ് തന്നെ സർക്കാർ നടപടികൾ നടത്തി, വേഗത്തിലാക്കി. എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു, തൽക്കാലം പുറത്തു നിർത്തി. എന്തായാലും അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, ഉറപ്പാണ്. എം.ആർ. അജിത് കുമാർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൈവശവും കുറേ തെളിവുകളുണ്ട്. ആ തെളിവുകളുമായി അദ്ദേഹം മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ SITയുടെ കണ്ടെത്തലുകളെല്ലാം തന്നെ എം.ആർ. അജിത് കുമാറിന് പ്രതികൂലമാണ്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. 2023 ഈ സംഭവം നടക്കുന്നത്, ഡിസംബർ മാസത്തിൽ. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ നവകേരള യാത്ര നടക്കുമ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രശ്നം. മർദ്ദിച്ചത് പോലീസല്ല, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായ ഗൺമാന്മാരായ മൂന്നംഗ സംഘമായിരുന്നു. അത് പിന്നീട് 5 മാറി. ആ 3 സംഘത്തിൻ്റെ പേരിൽ അന്ന് വലിയ പരാതി ഉയർന്നു. കോടതിക്ക് മുന്നിൽ വരെ ഈ വിഷയമെത്തുന്നു. ആദ്യം തന്നെ അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന, അല്ലെങ്കിൽ ആലപ്പുഴ പോലീസ് സൂപ്രണ്ടായിരുന്ന SP ആയിരുന്ന ആൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഗൺമാന്മാർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു. രണ്ടാമത്, കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലും ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ 2 റിപ്പോർട്ടുകളും പൂഴ്ത്തുന്നതിന് വേണ്ടിയും അത് മാറ്റിമറിക്കുന്നതിന് വേണ്ടിയും അന്നത്തെ ADGP ആയിരുന്ന എം.ആർ. അജിത് കുമാർ വലിയ പങ്കു വഹിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ ശരിവെക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ഓരോന്നും. ആദ്യഘട്ടത്തിൽ DGP നടപടിയിലേക്ക് കടന്നില്ല, അല്പമൊന്ന് വൈകിയെങ്കിൽ തന്നെയും, അത് വലിയ ചർച്ചയായെങ്കിൽ തന്നെയും. പക്ഷേ അവിടെയും DGP കൃത്യമായ കാര്യങ്ങൾ പാലിച്ചു, കൃത്യമായ രീതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടു, കൃത്യമായ തെളിവുകൾ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ആ തെളിവുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് എം.ആർ. അജിത് കുമാറിന് സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു. സസ്പെൻഷൻ ലഭിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ആരും ഒരു വാക്കും മിണ്ടുന്നില്ല. അന്ന് ആർക്കു വേണ്ടിയാണോ സഹായഹസ്തങ്ങൾ ഉയർത്തിയത്, അല്ലെങ്കിൽ ആരെ സഹായിക്കാൻ വേണ്ടിയാണോ അന്ന് എം.ആർ. അജിത് കുമാർ ഇറങ്ങിത്തിരിച്ചത്, അവരൊക്കെ മൗനത്തിലാണ്, ഒന്നും മിണ്ടുന്നില്ല, സഹായിക്കാൻ പോലും ഒന്നും തയ്യാറാകുന്നില്ല, വാക്കുകൾ കൊണ്ടുപോലും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അന്ന് പലപ്പോഴും പലരും ചോദിച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. DGPക്ക് മുകളിലായിരുന്നു പല കാര്യങ്ങളിലും അന്നത്തെ ADGP ആയിരുന്ന എം.ആർ. അജിത് കുമാർ നടപടികൾ സ്വീകരിച്ചതെന്നായിരുന്നു കോൺഗ്രസ്സുകാരുടെ അന്നേ ഉണ്ടായിരുന്ന ആരോപണം. ആ ആരോപണങ്ങൾ അവർ കരുതി വച്ചിരുന്നു. അവസരം കിട്ടിയപ്പോൾ അവർ കൃത്യമായി അത് വിനിയോഗിച്ചു, അല്ലെങ്കിൽ അതിന് പരിഹാരമെന്ന നിലയ്ക്ക് അവർ പ്രവർത്തിച്ചു. എന്തായാലും കേരള ചരിത്രത്തിലെ ഒരു വലിയ സംഭവം തന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരം അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മേലുദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോകാറില്ല. താഴെത്തട്ടിലുള്ള ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രശ്നത്തിൽ നിന്ന് തലയൂരുന്ന പതിവാണ് സാധാരണ പോലീസിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ നടപടി അല്പം കടുത്തുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു ADGPയിലേക്ക് വരെ എത്തിച്ചേർന്ന് നിൽക്കുന്നു. പ്രധാനപ്പെട്ട ഒരു വിഷയം, ആലപ്പുഴ SP നൽകിയ റിപ്പോർട്ട് അത് മാറ്റിമറിക്കുന്നതിന് വേണ്ടി ADGPയുടെ ഓഫീസിൽ ചില ചിട്ടവട്ടങ്ങൾ ഒരുക്കി എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കോടതി നിർദ്ദേശിച്ച അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിലും മാറ്റിമറിച്ചിലുകൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റി എഴുതി എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ 2 നടപടിക്രമങ്ങളും തെറ്റായിരുന്നുവെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ കൃത്യമായും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. രാഷ്ട്രീയപരമായി ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ സസ്പെൻഷൻ. കൂടുതലായി, അല്ലെങ്കിൽ അവരവർക്ക് നൽകിയിരിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുക, അതിനും അപ്പുറത്തേക്ക് പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ
ഇത്തരത്തിലൊക്കെ അപകടകരമായി എത്തിച്ചേരും എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. എന്തായാലും വലിയ നടപടി ആണ് ഒരു IPS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം. കാരണം അദ്ദേഹത്തിന് വരും ദിവസങ്ങളിൽ DGP ആകേണ്ടതാണ്. ഈ മാസമാണ് നിതിൻ അഗർവാൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ DGP സ്ഥാനത്തു നിന്നും വിരമിക്കുന്നത്. ആ പോസ്റ്റിലേക്ക് ഈ MR അജിത്കുമാർ എത്തിച്ചേരേണ്ട ആളാണ്. പക്ഷേ അതിനു മുമ്പേ സസ്പെൻഷൻ നടപടിയിലെത്തി. മാത്രവുമല്ല, ഇനി സ്ക്രീനിംഗ് കമ്മിറ്റി ഇടപെടത്തില്ല. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇപ്പോൾ നടപടി നേരിടുന്ന ഒരാളാണ് ഈ ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പോരാട്ടമായിരുന്നു അത്. ആലപ്പുഴ സംഭവത്തിൽ മാത്രമല്ല, ഈ 2021 മുതൽ ഈ 2023-24 വരെ പല കാര്യങ്ങളിൽ MR അജിത്കുമാറിന് എതിരായിരുന്നു കോൺഗ്രസിലെ പല നേതാക്കന്മാരും. പ്രത്യേകിച്ചും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ. കാരണം ഭരണചക്രം തിരിക്കുന്നവർ പറയുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതിലൂടെ പല കോൺഗ്രസ്സുകാർക്കും ക്രൂരമായ മർദ്ദനമേറ്റു. പലർക്കും എതിരെ വലിയ കേസുകൾ എടുത്തു. എന്നാൽ നടപ്പിലാക്കേണ്ട സംവിധാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കി. ഇതൊക്കെ തന്നെ കോൺഗ്രസ്സുകാർ കൃത്യമായി കരുതി വച്ചിരുന്നു. അവർ അധികാരത്തിൽ വന്നു. ആദ്യ ദിവസം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. ആ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ പല ആവർത്തി അദ്ദേഹത്തെ LDF സർക്കാർ ഒതുക്കി നിർത്തിയിരുന്നു. ലോ ആൻഡ് ഓർഡറിലേക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തെ എത്തിച്ചിരുന്നില്ല. ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നു. കൃത്യമായി അവിടം തൊട്ട് തുടങ്ങി ഇപ്പോൾ സസ്പെൻഷനിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത ഒരു നടപടിക്രമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പകരം വീട്ടൽ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു വലിയ പരാതിയായിരുന്നു. ഇതിൽ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട ആളുകളല്ല ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ഗൺമാന്മാരായിരുന്നു. ആ മർദ്ദനം അല്പം കൂടിപ്പോയി എന്നുള്ളത് ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ വലിയ ചർച്ച സസ്പെൻഷനിലാണ്. ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്തായിരിക്കും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും MR അജിത്കുമാർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിനും ചിലത് പറയേണ്ടി വരും, ചിലത് പറയുക തന്നെ ചെയ്യും.